ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2024 PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2024 ചോദിച്ച കറണ്ട് അഫയേഴ്സും അവയുടെ അനുബന്ധ വിവരങ്ങളും എന്ന് പറയുന്ന ക്ലാസ്. അപ്പോൾ അതിന് പാർട്ട് വേറെ ഉണ്ടാവും. ഈ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസറും മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിൽ ഉള്ള രാജ്യത്തു നിന്നാണ്? G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നുമാണ്? ഓപ്ഷൻ ബി, ഏഷ്യ. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ, 10. 2023 ലോകകപ്പ് നടന്നത് ഇന്ത്യയിൽ വെച്ചാണ് കേട്ടോ, അതൊന്ന് ഓർത്തിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺലൈൻ കുറ്റകൃത്യത്തെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ഓൺലൈൻ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ചൂഷണങ്ങളെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതി അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, കൂട്ട്. ഒന്നുകൂടെ നോക്കാം. ഓൺലൈൻ കുറ്റകൃത്യത്തെക്കുറിച്ചും ചൂഷണത്തെപ്പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കൂട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരളീയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, 1, 3. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസഡേഴ്സ്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് സംഘടിപ്പിച്ചത് എന്ന പ്രസ്താവന തെറ്റാണ്. കേരള ഗവൺമെൻറ്റാണ് ഇത് സംഘടിപ്പിച്ചത്. അപ്പോൾ കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം കേരള ഗവൺമെൻറ്റാണ് സംഘടിപ്പിച്ചത്. സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി, 1, 2. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത് എന്ന പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ഉച്ചകോടിയാണിത്. അപ്പോൾ G20 2023മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു ഇത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ഉച്ചകോടിയാണിത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിനു പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിനു പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഓപ്ഷൻ ബി, റിതു കരിതാൽ. ആരാണ്? റിതു കരിതാലാണ് ചന്ദ്രയാൻ 3 ദൗത്യത്തിനു പിന്നിലെ റോക്കറ്റ് വനിത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ഡി, ശ്രീ യു ഷറഫ് അലി. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകൾ ഉൾപ്പെടാത്തത് ഏത്? ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി, ഷെയ്പ്പ്. രംഭ, LP, ചസ്തെ, ഇൽസ എന്നിവയാണ് ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറുകളിലെ പേലോഡുകളിൽ ഉൾപ്പെടുന്നത്. ഷെയ്പ്പ് എന്ന് പറയുന്നത് ചന്ദ്രയാൻ 3ൻ്റെ പ്രൊപ്പൻഷൻ മൊഡ്യൂളിൽ ഉൾപ്പെടുന്ന പേലോഡാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി, പി വത്സല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റാണ് ശ്രീ യു ഷറഫ് അലി. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഷെയ്പ്പ്, രംഭ, LP, ചസ്തെ, ഇൽസ എന്നിവയാണ് ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടുന്നത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി, നിഴലുറങ്ങുന്ന വഴികൾ. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവയൊക്കെ
സേതുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടുന്നതാണ്. ഏതൊക്കെയാണ്? പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. നിഴലുറങ്ങുന്ന വഴികൾ എന്ന് പറയുന്നത് പി. വത്സലയുടെ ഒരു നോവലാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. ഒന്നുകൂടെ നോക്കാം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തതാണ് നിഴലുറങ്ങുന്ന വഴികൾ, പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവ സേതുവിൻ്റെ കൃതിയാണ്. നിഴലുറങ്ങുന്ന വഴികൾ വത്സലയുടെ നോവലാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസമാണ് ഓഗസ്റ്റ് 23. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ബ്രസീൽ. അപ്പോൾ ബ്രസീലിലാണ് 2024 G20 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. ഓപ്ഷൻ ബി നഞ്ചിയമ്മ. നഞ്ചിയമ്മക്കാണ് 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. ഓപ്ഷൻ എ പാരീസ്. പാരീസിൽ വെച്ചാണ് 2024 ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ 2024 G20 നടക്കാൻ പോകുന്ന രാജ്യം പറഞ്ഞല്ലോ, അതേതായിരുന്നു? ബ്രസീൽ. 2024 G20 നടക്കാൻ പോകുന്നത് ബ്രസീലിലും 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസിലുമാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി. ഓപ്ഷൻ എ സ്നേഹസ്പർശം. അപ്പോൾ കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരാണ് സ്നേഹസ്പർശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. ഓപ്ഷൻ ബി PT ഉഷ. PT ഉഷയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ ബി ആശിഷ് ജിതേന്ദ്ര ദേശായി. ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത്? ഓപ്ഷൻ സി തൃശ്ശൂർ. ഒന്നുകൂടെ നോക്കാം. കേരള ഹൈക്കോടതിയിലെ നിലവിലെ ചീഫ് ജസ്റ്റിസാണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ലയാണ് തൃശ്ശൂർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി മംഗൾയാൻ. മംഗൾയാനാണ് ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ ചൊവ്വ ദൗത്യത്തിൻ്റെ പേര്. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത്? ഓപ്ഷൻ ബി ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി പ്രഗ്യാൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീൽ. 2024 ഒളിമ്പിക്സ് നടക്കുന്ന രാജ്യം ഏതാണ്? പാരീസ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. അപ്പോൾ ലാൻഡർ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വിക്രം. ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 2 മാത്രം. അപ്പോൾ ഏതാണ് തെറ്റ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്ന പ്രസ്താവനയാണ് തെറ്റ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്?
ആശിഷ് ജിതേന്ദ്ര ദേശായി ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. കേരള സ്പീക്കർ ആരാണ്? കേരള സ്പീക്കർ AN ഷംസീർ ആണ്. അത് ശരിയായ പ്രസ്താവനയാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കേരള സ്പീക്കറാണ് AN ഷംസീർ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി. കേരള ഗവർണർ ആണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ്. ആ പ്രസ്താവനയാണ് തെറ്റ്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന രചനയ്ക്കാണ്. 2022 വയലാർ അവാർഡാണ് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പോയിന്റുകളൊക്കെ നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. അത് ശരിയാണ്. 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബിക സുധൻ മങ്ങാടിനാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തന്. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന രചനയ്ക്ക്. 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് അംബിക സുധൻ മങ്ങാടിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ A 1, 3, 4 എന്നിവയാണ് ശരി. അതായത് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. ചന്ദ്രയാൻ 3 സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? S സോമനാഥ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ചന്ദ്രയാൻ 3യുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ആ സമയത്തെ ISRO ചെയർമാൻ S സോമനാഥാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേരാണ് വിക്രം. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഓപ്ഷൻ ബി ധനഞ്ജയ Y ചന്ദ്രചൂഡ് അഥവാ DY ചന്ദ്രചൂഡ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ധനഞ്ജയ Y ചന്ദ്രചൂഡ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ ബി ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ A ക്ലോഡിയ ഗോൾഡിൻ. ഒന്നുകൂടെ നോക്കാം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. 2023 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിൻ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി S സോമനാഥ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ബി പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ A അമൃതം ആരോഗ്യം. ഒന്നുകൂടെ നോക്കാം. നിലവിലെ ISRO ചെയർമാൻ ആണ് S സോമനാഥ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്ത്? പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചതെന്ന്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന്? ഓപ്ഷൻ A 2023 സെപ്റ്റംബർ 28. അപ്പോൾ 2023 സെപ്റ്റംബർ 28 ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ MS സ്വാമിനാഥൻ അന്തരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം.
മാനസികാരോഗ്യ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരെന്ത്? മാനസികാരോഗ്യ വിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി പേരെന്ത്? ഓപ്ഷൻ ബി സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്ക. ഒന്നുകൂടെ നോക്കാം. മാനസികാരോഗ്യ വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേരാണ് സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ എ മാതൃജ്യോതി. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി വയനാട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ്. അപ്പം നമുക്ക് ശരിയായിട്ടൊന്ന് നോക്കാം. MB രാജേഷിൻ്റെ നിയോജക മണ്ഡലമാണ് തൃത്താല. പാലക്കാട് ജില്ലയിലെ തൃത്താലയാണ് MB രാജേഷിൻ്റെ നിയോജക മണ്ഡലം. P രാജീവിൻ്റെ നിയോജക മണ്ഡലമാണ് കളമശ്ശേരി. P രാജീവിൻ്റെ നിയോജക മണ്ഡലം കളമശ്ശേരി. PA മുഹമ്മദ് റഷീദ് അല്ല, PA മുഹമ്മദ് റിയാസിൻ്റെ നിയോജക മണ്ഡലമാണ് ബേപ്പൂർ. PA മുഹമ്മദ് റിയാസിൻ്റെ നിയോജക മണ്ഡലമാണ് ബേപ്പൂർ. വീണ ജോർജിൻ്റെ നിയോജക മണ്ഡലമാണ് ആറന്മുള. വീണ ജോർജിൻ്റെ നിയോജക മണ്ഡലമാണ് ആറന്മുള. ഒന്നുകൂടെ നോക്കാം. MB രാജേഷിൻ്റെ നിയോജക മണ്ഡലം തൃത്താല. P രാജീവിൻ്റെ നിയോജക മണ്ഡലം കളമശ്ശേരി. PA മുഹമ്മദ് റിയാസിൻ്റെ നിയോജക മണ്ഡലം ബേപ്പൂർ. വീണ ജോർജിൻ്റെ നിയോജക മണ്ഡലം ആറന്മുള. നാരി ശക്തി വദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയ ദിനം ഏത്? നാരി ശക്തി വദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയ ദിനം ഏത്? ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 20. 2023 സെപ്റ്റംബർ 20 നാരി ശക്തി വദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്? താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഏതൊക്കെയാണ്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. ഏതൊക്കെയാണ്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷം? അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷം? ഓപ്ഷൻ സി 2019. 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ. ഓപ്ഷൻ ബി MS ധോണി. MS ധോണിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ഓപ്ഷൻ എ ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്? ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത്? ഓപ്ഷൻ എ 2019 ഓഗസ്റ്റ് 5.
കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിക്കാലം. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിക്കാലം ഓപ്ഷൻ ബി 2022-2027. ഒന്നുകൂടി നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് 2019 ഓഗസ്റ്റ് 5-ന്. കേരളത്തിൽ 14-ാം പഞ്ചവത്സര പദ്ധതിക്കാലം 2022-2027. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഓപ്ഷൻ ഡി 4 മാത്രം, അതായത് കുടുംബശ്രീ. കുടുംബശ്രീയാണ് താഴെ നൽകിയിരിക്കുന്നവയിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത്. താലോലം, സ്നേഹപൂർവ്വം, ശ്രുതിതരംഗം എന്നിവയൊക്കെ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പദ്ധതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ്. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് ഓപ്ഷൻ എ 22 രൂപ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചത്? അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചത്? ഓപ്ഷൻ ഡി മലേറിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ സി UAE. UAE വെച്ചാണ് 2023 ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓപ്ഷൻ ഡി എയും സിയും, അതായത് ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യമാണ് ചന്ദ്രയാൻ 3യുടെ റോവർ സ്ഥിരീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ഡി A.J. ക്രോണിൻ. A.J. ക്രോണിൻ ആണ് ദ സിറ്റാഡൽ എന്ന നോവലിൻ്റെ രചയിതാവ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 2023 പുറത്തിറങ്ങിയ ദ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? 2023 പുറത്തിറങ്ങിയ ദ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ എബ്രഹാം വർഗീസ്. എബ്രഹാം വർഗീസിൻ്റെ നോവലാണ് ദ കവനൻ്റ് ഓഫ് വാട്ടർ. 2023 ഇത് പുറത്തിറങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരായിരുന്നു? അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരായിരുന്നു? ഓപ്ഷൻ ബി ഓസ്ട്രേലിയ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഓപ്ഷൻ എ ആദിത്യ L1. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഓപ്ഷൻ ബി സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോക ബാങ്കിങ്ങിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ലോക ബാങ്കിങ്ങിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ എ 38. ഒന്നുകൂടി നോക്കാം. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭമാണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോക ബാങ്കിങ്ങിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏവ? ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ?
ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവച്ചു. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019 ആണ്. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019 ആണ്. രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി 1 സി, അതായത് അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. 2 ഡി, വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. 3 എ, താലോലം പദ്ധതി മാരക രോഗങ്ങൾ ഉള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. 4 ബി, വിദ്യാജ്യോതി പദ്ധതി PhD വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. ഒന്നുകൂടെ നോക്കാം. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം പദ്ധതി മാരക രോഗങ്ങൾ ഉള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. വിദ്യാജ്യോതി പദ്ധതി PhD വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. 2021 ഡേവിഡ് ജൂലിയസും ആർ.ഡി. പറ്റാപൌറ്റിനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? 2021 ഡേവിഡ് ജൂലിയസും ആർ.ഡി. പറ്റാപൌറ്റിനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഓപ്ഷൻ എ വൈദ്യശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? ഓപ്ഷൻ എ മിഠായി. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B.1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? കൊറോണ വൈറസിൻ്റെ വകഭേദമായ B.1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി ഒമിക്രോൺ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? ഓപ്ഷൻ എ അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവധഭൂവിൽ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ്? ഹൈമവധഭൂവിൽ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി MB വീരേന്ദ്രകുമാർ. ഒന്നുകൂടെ നോക്കാം. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകളാണ് അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവധഭൂവിൽ എന്ന യാത്രാവിവരണം ആരുടെ കൃതിയാണ്? MB വീരേന്ദ്രകുമാർ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. 2023 ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. ഓപ്ഷൻ സി മിഷോങ്. നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? നിലവിലെ UPSC ചെയർമാൻ ആരാകുന്നു? ഓപ്ഷൻ ബി മനോജ് സോണി. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. ഓപ്ഷൻ എ ചെറുതന, ആലപ്പുഴ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹമായ ശാസ്ത്രജ്ഞൻ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ ഡി ഡ്രൂ വെയിൽസ്മാൻ.
ഒന്നുകൂടി നോക്കാം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമമാണ് ചെറുതന, ആലപ്പുഴ. 2023 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞനാണ് ഡ്രൂ വെയിൽസ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഓപ്ഷൻ സി കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം? ഓപ്ഷൻ ബി ഫുട്ബോൾ. ഒന്നുകൂടെ നോക്കാം. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? കൂടിയാട്ടം. ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സരമിനമാണ് ഫുട്ബോൾ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ? ഓപ്ഷൻ ബി H9N2. H9N2 ആണ് അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ. അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 4 മാത്രം. കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ് എന്ന പ്രസ്താവനയാണ് തെറ്റ്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. കേരളത്തിൻ്റെ ADGP മനോജ് എബ്രഹാം IPS ആണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി V വേണു IAS ആണ്. കേരളത്തിലെ നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി V വേണു IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. കേരളത്തിലെ ADGP മനോജ് എബ്രഹാം IPS ആണ്.